സൂറത്ത് യാസീനിൽ പറഞ്ഞത് ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ ആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഒരുപാട് മുത്തഅല്ലിമീങ്ങളാണ് മക്കളെ. ആയത്തിന്റെ ഭാഷാ ശൈലിയും അതിന്റെ അത്ഭുതം നോക്കൂ. ഇന്ന നഹ്നു ഒക്കെ ജമ്മാണല്ലോ. ഇന്നാ നഹ്നു നുഹീ. സുബ്ഹാനല്ലാഹ്. നമ്മൾ സാധാരണഗതിയില് തൗഹീദ് പൊളിയണ്ടെന്ന് കരുതിയിട്ട് ജമ്മാക്കേണ്ട സ്ഥാനത്ത് വഹദ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? കാരണം നമ്മൾ അള്ളഹാനോട് എന്താ പറയാ, പഠിച്ചോ നീ പുറത്തു തരണേ, നീ സ്വർഗം തരണേ എന്നല്ലേ ഈ നീന്നുള്ള വാപ്പാനോട് പറയാറുണ്ടോ? വാപ്പാനെ നീന്ന് വിളിക്കാറുണ്ടോ? മൂത്താപ്പാനെ വിളിക്കാറുണ്ട്, ഉമ്മാനെ വിളിക്കാറുണ്ട്, അമ്മായിനെ വിളിക്കാറുണ്ട്, ജ്യേഷ്ഠനെ നീന്ന്. ഇവരൊന്നും വിളിക്കാത്ത ഭാഷ അള്ളഹാനോട് പറയുന്നത്. പഠിച്ചോനെ നീ തോന്നുക അഞ്ചനേറ്റാണോന്ന്, നീ പുറത്തുണ്ടാ, നീ സ്വർഗം കൊണ്ടാ, നീ സൊക്കട് മാറ്റ്. ആ വിളി അങ്ങനെ തന്നെ നടന്നോട്ടെ, മാറ്റൊന്നും വേണ്ട. എന്താ അള്ളാനെ നിങ്ങൾ എന്ന് വിളിക്കാത്തെ? ഞാൻ ഗവേഷണം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് നിങ്ങൾ എന്നുള്ളത് ഒരു ജമ്മായി കേൾക്കുന്നവർക്ക് തോന്നും. അപ്പൊ ഒരു ശിർക്കത്ത് വരണ്ടെന്ന് കരുതിയിട്ട, തുഹമത്തിലെ വരണ്ട, അങ്ങനെ തോന്നിപ്പോണ്ടെന്ന് കരുതിയിട്ട. എന്നാ ഇത് അല്ല കരുതിയിലാണ് ഇന്ന. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ഉടച്ചോണ്ടെന്ന് ആരെങ്കിലും പറയും. നഹ്നു നഹ്നു നുഹീ ജമ്മൂത്ത് കലിമല്ലേ? ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. കാരണം പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ ആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നുഹീൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നമ്മളാണ്. അതിലൊരു സൂചനയുണ്ട്. ഇൽമില്ലാതെ ജഹാലത്ത് കൊണ്ട് ചത്തുപോയ ഹൃദയത്തെ ഇൽമ കൊടുത്തുകൊണ്ട് എഹീച്ചായ നമ്മളാണ്. അങ്ങനെയുണ്ട് അതിൽ സൂചന. ഔലിയാക്കളെ ദിവസത്തിലാണ്. ഇൽമില്ല ജഹാലത്താണെങ്കിൽ ഏറ്റവും വലിയ രോഗ ജഹാലത്താണ്. അതുകൊണ്ട് ഹൃദയം ശവായി പോകും. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ മഅഹു ദവാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ദായ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ദവാ ഉണ്ട്. നമ്മളതിന് ക്യാൻസറും അതിന്റെ മരുന്ന് മാത്രമേ പറയുള്ളൂ. എടാ, ക്യാൻസർ പിടിപെടുന്നത് ശരീര ജസദിനല്ലേ? ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചു, ക്ഷമിച്ച് അങ്ങനെ മരിക്കേണ്ടി വന്ന ഷഹാദത്തിന്റെ കൂലി കിട്ടൂലേ? അതൊക്കെ ബാധിക്കുന്ന ഈ ജിസ്മിനല്ലേ? മനുഷ്യനാക്കുന്ന ഈ ജിസ്മല്ല, ജസദല്ല. അതാണ് അബൂശാക്കിറയുടെ കരുത്ത്. ആ മനുഷ്യന് അവയവങ്ങൾ പൂർണ്ണല്ലായിരുന്നു, ഉള്ളതിന് ബലഹീനതയായിരുന്നു. എന്നിട്ട് അവരെ എത്തിയ ദർജ എവിടെയാണ്? കാരണം എന്താ? അൽ ഖൽബു മലികുൻ വൽ അഅ്ലാഉ ജുനൂദ്. രാജൻ ഹൃദയമാണ്, കയ്യും കാലും അല്ല. കയ്യും കാലും ഇല്ലെങ്കിൽ എന്താ? ഇവിടെ സാധനം ഉണ്ടെങ്കിൽ എത്തോണ്ടെടുത്തെത്തും. ഞാൻ എല്ലാ മുത്തഅല്ലിമീങ്ങളോടും പറയാം, ഇവിടെ നിറക്കേണ്ട ഒരു ഇന്ധനുണ്ട്. അത് നിറച്ചാൽ അബൂശാക്കറ ദൈവബന്ധ് പോയിട്ട് MA ബിരുദെടുത്ത ആളാണ്. അതിലൊരു എല്ല് കൂടി MLA ആയി. പക്ഷെ 1000 MLA കൂടിയാലും ഒരു MA അബൂശാക്കറാവൂല. 1000 MP കൂടിയാലും ഒരു MA അബൂശാക്കറാവൂല. എന്തുകൊണ്ട്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ. ആ അൽ മുൽക്കിന് മന്ത്രി, MP, MLA എന്നർത്ഥം വെച്ചുകൊണ്ട് ബടക്കാക്കരുത്. ആ അൽ മുൽക്കിന് മഹാന്മാരായ സൂഫിയാക്കളുടെ ഭാഷയിൽ അവർ തഫ്സീർ കൊടുത്തത് അൽ ഇൽമ എന്നാണ്. ഇൽമിന്റെ മേലെ ഒരു മുൽക്കില്ല. خير سليمان بين العلم والمال والملك فاختار العلم فأعطاه الله المال والملك والعلم. نبينا رسول الله النبي صلوا عليه
صلواتullah عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 ഞാൻ എന്റെ 11ാമത്തെ വയസ്സില് നിബ്രാസുൽ ഉലൂമിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ശാക്ര എന്ന KKN കോയ മുസ്ലിയാരുടെ വാള് കേട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പരാമർശിക്കേണ്ട താമസം മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ എത്ര വാനോളം ഉയർന്നാലും ആര് നിങ്ങൾ ആദരിച്ചാലും ആകാശം നിറയെ നിങ്ങളുടെ മധുകൊണ്ട് പടപ്പുകളും നിറച്ചാലും മുസ്തഫായ നബിയുടെ പേര് വീണ സ്ഥലത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരല്ലെങ്കിലോ നിങ്ങൾ അവാർഡ് കിട്ടിയ ലുബ്ധനാണ്. അങ്ങനെ പറഞ്ഞ അവാർഡ് കിട്ടിയ ലുബ്ധനാണ്, അങ്ങനെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാഷ. നിങ്ങൾ അവാർഡ് വാങ്ങിയ ലുബ്ധനാണ്, പിശുക്കനാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഹദീസ് കണ്ടപ്പോ അലിഫ്ലാമിന്റെ അർത്ഥമാണ് അവാർഡ് വാങ്ങിയെന്ന് വെച്ചത്. അങ്ങനെയാണ് അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. അതിന്റെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നാടന്മാർക്ക് മനസ്സിലാവുന്ന ഒരു വിശദീകരണമാണ് നടത്തിയത്. ആ അലിഫ്ലാമിന്റെ മാനയാമോ ആ പറഞ്ഞത് അവാർഡ് കിട്ടിയ ലുബ്ധനാണ്. കാരണം ലുബ്ധൻ രണ്ടായിട്ടുണ്ട്, ഒന്ന് അവാർഡ് കിട്ടാത്തതും ഒന്ന് അവാർഡ് കിട്ടിയതും. അവാർഡ് കിട്ടിയ പിശുക്കനാണെങ്കിൽ അലിഫ്ലാമിനുള്ളിൽ കയറും. എന്ത് രസമാണ് അർത്ഥം വെക്കൽ. ഇന്നൊന്നും ഇപ്പൊ അങ്ങനെ അർത്ഥക്കാൻ കഴിയില്ല. ഇന്ന് പുതിയ സാഹിത്യങ്ങളല്ലേ നമുക്കല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരൻ ഇങ്ങനെ കരുണാനിധി രണ്ടും മരിച്ചു വയ്ക്കണം ഇപ്പോഴും തന്നെ. അന്ന് അവര് ചെറിയൊരു വാക്ക് പറഞ്ഞ ഉള്ളിക്ക് തുളഞ്ഞു പോയിരുന്നത്. ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞാൽ മതി. വക്കീല അവരർത്ഥം വെക്കും പറഞ്ഞു പൊട്ടു. ആരോ പറഞ്ഞു വിട്ടതാണ്. വക്കീല പറഞ്ഞു വിട്ടു, അപ്പൊ ആരോ പറഞ്ഞു വിട്ടതാണ്. അമ്മ കൂടണ്ടാണ്. എന്ത് രസാണൊക്കെ കേട്ടാലല്ലേ. അതേ നല്ല കിതാബിയായിരുന്നു, വെറും അയലനല്ലായിരുന്നു, നല്ല കിതാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തിന്റെ കിതാബായിരുന്നു. കിതാബിന്റെ ബാണ്ടുണ്ടായിരുന്നില്ല ഇവിടെ. അതിൽ ഭൂരിഭാഗം അദ്ദേഹത്തിന്റെ കൽബിലുണ്ടായിരുന്നു. കാരണം ഓർമ്മയിൽ നിർത്തിട്ട് അദ്ദേഹം വാള് പറയാ. അല്ല മുമ്പിൽ ഒന്നും വെക്കൂല, കിതാബ് വെക്കൂല, ഒരു പേപ്പറും വെക്കൂല, മൊബൈലും വെക്കൂല. ഇന്ന് മൊബൈൽ മുമ്പിൽ വെക്കാതെ വാള് പറയാൻ പറ്റുന്ന ആളുകൾ കുറവല്ലേ. ഇന്ന് റേഞ്ച് ഉണ്ടെങ്കിൽ ഇൽമുണ്ട്, റേഞ്ച് ഇല്ലെങ്കിൽ ഇൽമില്ല. അങ്ങനെ വാളിന്റെ ഇടയിൽ എങ്ങാനും റേഞ്ച് പോയാല് അസ്സലാമു അലൈക്കും ഇനി ലേലത്തിന് വല്ല സാധനം ഉണ്ടെങ്കിൽ കൊണ്ടിരുന്നേണ്ടി വരും. ഇന്നത്തെ വാള ഇതിങ്ങനെ നോക്കുക തുറച്ചിട്ട്. വടച്ച തമ്പുരാനെ ഇൽമി ഫി മൊബൈലി വ മൊബൈലി ഫി സുന്ദൂഖി വ സുന്ദൂഖി ഫി ബൈത്തി ഫഇൽമി ഫി ബൈത്തി. ഇന്നത്തെ ഇൽമ അങ്ങനെയല്ലേ. എന്തെങ്കിലും മസാല വെച്ചാൽ നിക്ക് ഞാൻ മൊബൈൽ ഇല്ലല്ലോ, അതിന്റെ ബാഗിലായിരുന്നു. ആ ബാഗില്ലല്ലോ, ബാഗ് പെരയിലായിരുന്നു. അപ്പൊ പിന്നെ ഇൽമ പെരയിലാണോ? ഇന്നിപ്പോ ഇൽമൊക്കെ പറയില്ല. നമ്മളെ റോട്ടിൽ മൂലേറ് റോട്ടിൽ ഇൽമ പറയിലും. അബൂശാക്കർ അങ്ങനെയല്ല. വാളിന് പറഞ്ഞ ഉസ്താദ് താമസിക്കാനിരിക്കുന്ന വീട്ടിലേക്ക് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടിട്ട് മസല ചോദിക്കാൻ ഒരാൾ പോയാൽ കണക്ക് അവരുടെ കാലുമ്മൽ ഇങ്ങനെ കൂട്ടും. എന്നിട്ട് സുലുസു റുബുവാണ്ട് പറഞ്ഞു. ഇതാണ് അബൂശാക്കർ. നമ്മളോടൊന്ന് ചോദിച്ചു നോക്കണം. നമ്മൾ പറയും വേറെ വേദന ഉണ്ട്, ഇന്നത്തെ വേദന ഉണ്ടാവില്ല എന്ന് പറയും. സ്ഥലം വിടും. കുശാഗ്ര ബുദ്ധിയായിരുന്നു. കാലും കയ്യെ വലുപ്പമില്ലാത്തുള്ളൂ, കൽബ് നല്ല വലുപ്പം, തലച്ചോറ് നല്ല വിശാലത ഉണ്ടായിരുന്നു. കാലും കയ്യും വലുപ്പം. ആരാ അയിമക്ക് നോക്കുന്നത്? എന്നാ അതിന്റെ ഒരു ബലഹീനത അദ്ദേഹത്തിന് അർത്ഥത്തിൽ പോലും അറിയില്ല. ആളുകൾ വാരി താങ്ങി തോളിൽ ഏറ്റിക്കാണ്ട് ആൾക്കാരെ മേശപ്പുറത്ത് കൊടുത്തിരുന്നു. അതിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ ഇരുത്തിരുന്നിട്ട് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, കൈ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ മുറിയാൻ കൈ എങ്ങനെയാണ് പിടിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടി മൈക്കന്റെ എടുക്ക തൊള്ളാണ്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് കൊണ്ടുപോകും. എന്നിട്ടുണ്ട് ഒരു കാല റസൂലുള്ളാഹി പറയാന് സുബ്ഹാനല്ലാഹ്, സമുദ്ര തിരമാല എരുമ്പം പോലെ ശ്വാസം ഒരു മൂലക്കുന്നുണ്ട് വരാൻ തുടങ്ങും. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു രസായിരുന്ന വേളെന്നറിയങ്ങള്. ചിന്തിക്കണേ 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 പ്രിയപ്പെട്ടവരെ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉത്സാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, സ്വന്തം പീഡിച്ചാൽ ഫജ്റാമോ പൊട്ട. പൊട്ട
പട്ടാണി മിന്തുള്ളി പിഞ്ചോരെ കാട്ട പിന്നെ കാട്ടം ചുമന്നോരു കൊട്ട പെട്ടെന്ന് ചത്താൽ ചകമെല്ലെ പോട്ട പറഞ്ഞോടൽക്ക്. അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു. കൈ ഉണ്ടായിരുന്നില്ല, പക്ഷെ കവിത എഴുതിയിരുന്നു. സുബ്ഹാനല്ലാഹ്. കയ്യും കാലും ഒന്നല്ല മനുഷ്യനെ ദർജീക്കാക്കണത്. കാലാണ് നടക്കാൻ സഹിക്കണമെങ്കിൽ ചേറ്റ എത്ര സ്പീഡിൽ നടക്കണം? ഈ ലോകത്ത് തീരെ സ്പീഡില്ലാത്ത ചേറ്റക്കല്ലേ. ഇത് അള്ളാഹ് നമ്മളെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി അങ്ങനെ ജീവനെ പഠിച്ചല്ലേ. കാരണം കാലാണ് മനുഷ്യനെ നടത്തണമെന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെ ചേരട്ടല്ലേ കൂടുതൽ നടക്കണ്ടേ? ചേരട്ട നടക്കുവോ? കാലില്ലെങ്കിൽ നടക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ പാമ്പ് ഇളകാൻ പാടില്ല. എത്ര സ്പീഡിലാ പാമ്പ് പോകുന്ന? കാലുണ്ടോ? ഞാൻ ദ്വീപ് പോയിട്ട് പാമ്പിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കുടുങ്ങിയ ആളാ. കാരണം അവിടെ പാമ്പില്ല, ഐറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അവസാനം ക്ലാസ് മതിയാക്കിയത് ഞാൻ മെല്ലാണ് പോയി. നമ്മൾ അവരോട് പറയാണ് പാമ്പ് കാലില്ല, നൈസായ തൊലിയാണ്, 4 സ്പീഡിലാ ഓടുക എന്ന് പറഞ്ഞാൽ സുഖല്ലേ നോക്കൂല. ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ യുക്തിവാദികളൊക്കെ ചോദിക്കുന്നത്. കബറ് വിശാലാവും. അപ്പൊ അവര് പറയും മൂടല് കൊഞ്ഞോകൂലേ? അല്ല, ഈ കബറാണ്ട് വിശാലും മൂടലാണ്ട് കൊഞ്ഞോകൂലേ? അല്ല, അപ്പൊ ഇതാണ്ട് വിശാലായ മറ്റേ കബറാണ്ട് ജാമാവൂലേ? അപ്പൊ അയാൾക്ക് ഇടങ്ങറാവൂലേ? എടാ, ഇതിനൊക്കെ മറുപടി പറയാൻ സമയം കളയാ. നമുക്ക് ബന്ധമില്ലാത്ത ലോകത്തെ കുറിച്ച് അവിടെ പോകുമ്പോഴല്ലേ വിവരം കിട്ടുക. എവിടുന്ന് അറിയോ? മനുഷ്യോൽപത്തി എന്താ ശാസ്ത്രം പറയുന്നത്? ഒരു ബീജത്തുള്ളി 60 കോടിയായി വിഭജിച്ചിട്ട് അതിലൊരു ചെറിയ അണുവാണ് ജബ്ബാർ മാഷായത്. ശാസ്ത്രം പറഞ്ഞുകൊണ്ടല്ലേ തൊണ്ട തൊടാതെ അയാൾ മുണുങ്ങണത്. ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ണുകൊണ്ട് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അണുക്കളായിരുന്നു. അവിടുന്നാണ് ഇപ്പൊ എല്ലോ കണ്ടായത്. നേരമ്പ് വാപ്പ എന്നതാ. വാപ്പ നേരമ്പച്ചോടായിരുന്നു. ഈ ചെറിയ അണുവിലേക്ക് നേരമ്പ് എന്നത് വാപ്പ നേരമ്പച്ചോടക്കാരനായിരുന്നു നമ്മൾ ഉണ്ടാക്കണ സമയത്ത്. അപ്പൊ ഉമ്മാന്റെ വെള്ളയിൽ കുറച്ച് നേരമ്പിട്ടതാ. എന്താടോ ഈ പറയുന്നത്? ജബ്ബാർ മാഷ് പറഞ്ഞു കുട്ടികളെ ഉണ്ടാക്കാൻ മനുഷ്യന്മാരെതി പഠിച്ചോ വേണ്ട. അപ്പൊ വാപ്പ നേരമ്പച്ചോടക്കാരനാ? വെല്ലിപ്പ എല്ലും കച്ചവടക്കാരനാ? ഈ എല്ലൊക്കെ എവിടുന്ന് വന്നു? ഉമ്മ ഉണ്ടാക്കിയതാ? വിഡിത്തം പറയുന്നതിന് അയാൾക്കപ്പൻ നെല്ലിന് സോക്കോടുവാണ്. എന്നാലും തന്ത കാണാൻ രാവിലെ കുറച്ചങ്ങാണ്ട് പിന്നെ വിത്തന സോക്കടായോ ഒന്ന് അടങ്ങിയിരുന്നൂടെ? അടങ്ങിയിരിക്കുന്നില്ല. ചിന്തിക്കണേ, ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഇൽമിനെ അങ്ങ് തെരഞ്ഞെടുത്തതാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു ആസാറഹും. ഈ കാണുന്നത് അബൂ ശാക്കിറ എന്ന കെകെഎം കോയ മുസ്ലിയാരുടെ ആസാറാ. ഈ കാണുന്നതൊക്കെ അവരുടെ ആസാറുകളാ. ആ കാണുന്നത് അവരുടെ ആസാറുകളാ. ഇലാ യൗമിൽ ഖിയാമ അവരുടെ ആസാർ അനശ്വരമായി പ്രവഹിക്കുന്ന പ്രഭയായി മാറിയിരിക്കുകയാ. കാരണം അവർ ഇൽമിനെ തെരഞ്ഞെടുത്തതാ. അവര് ഇൽമിനെ തെരഞ്ഞെടുത്തു. 45 വയസ്സേ അവർ ജീവിച്ചുള്ളൂ. ഒരു പരീക്കുട്ടി എന്ന ഒരു നാടൻ മനുഷ്യൻ, ഒരു ആയിഷ എന്ന നാടൻ സ്ത്രീയിൽ ഉണ്ടായ ഒരു കാലും കൈയില്ലാത്ത മനുഷ്യൻ എവിടെ എത്തി? നമ്മളെ കണ്ണ് തുറപ്പിക്കണ്ടേ? അത് പരീക്കുട്ടി എന്നൊരു പക്ക നാടൻ മനുഷ്യൻ, ഇതാവധി കൊടുക്കുന്ന ആളൊന്നുമല്ല. ആയിഷ എന്നൊരു സ്ത്രീ 6 കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികളായി ഒരു ആന്തരിയെ കിട്ടാൻ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് നേർച്ചം കൊടുത്തുമ്പോഴായിക്കോട്ടെന്ന് വന്നു നോക്കുമ്പോ കാലും കയ്യോട്ടില്ലേ. അവ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായല്ലോ. എന്നാ പിന്നെ വരാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും തോന്നി പോകില്ല. ആ അവസ്ഥയിലല്ലേ. ആൺകുട്ടിക്ക് കാലും കൈയില്ലെങ്കിൽ പിന്നെ എന്തിനാ ആൺകുട്ടി? അതാണ് അള്ളാന്റെ പണി. പക്ഷെ 100 കാലും കൈയുള്ള കുട്ടികൾ എത്തുന്നതിന്റെ മുമ്പേ അവർ എത്താത്ത തൊടാത്ത സ്ഥലത്ത് ഈ കാലും കൈയില്ലാത്ത കണ്ടാൽ അരമുറിയൻ മനുഷ്യനായ ഈ പ്രകാശത്തിന്റെ ഗോപുരം എത്തി കൊടിനാട്ടിപ്പോയി. എന്തേ അതൊന്നും പുറത്തും കിട്ടൂല. എത്രയൊന്നുമില്ല. പിന്നെയും കൊടുത്തും അള്ള അങ്ങോട്ട് പൊക്കും. 45 വയസ്സായപ്പോഴേക്ക് ആ മനുഷ്യൻ ഇരുന്ന ഗോപുരം, അവരിരുന്ന കൊടുമുടി, അതിലേക്ക് നോക്കിയാൽ നമ്മുടെ പെരട് ഉളുക്കി പോകും. യൂസുഫ് നബ്ഹാനി മറ്റൊരാളെ കുറിച്ച് പറഞ്ഞ ഭാഷയാണ്.
അദ്ദേഹം ഇരിക്കുന്ന ആധ്യാത്മിക സൗധത്തിലേക്ക് ഞാൻ നോക്കിയാൽ എൻ്റെ തലയിൽ തൊപ്പി വീഴും, അത്ര ഉയരത്തിലാണ്. ചിന്തിക്കണേ ചിന്തിക്കണേ, എങ്ങനെയാണ് അബൂ ഷാക്കിറ എന്ന കേക്കയും കോയ മുസ്ലിയാർ ഇവിടെ എത്തിയത്? കാലില്ല കൈയില്ല, പക്ഷേ കൊച്ചുകാലത്ത് അവർ തെരഞ്ഞെടുത്തത് ഇൽമാണ്. ഇൽമി ഇഖ്ലാസോടെ തെരഞ്ഞെടുത്താൽ അവൻ പിന്നെ രാജനാണ്. ജനങ്ങൾക്കിടയിൽ ജസദ് മരിച്ച് മണ്ണിലേക്ക് പോയാലും കൽബാകുന്ന ഖബറിലോ അനശ്വരമായി മുഅ്മിനീങ്ങളിൽ അദ്ദേഹം നിലനിൽക്കുന്നതാണ്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞ വാക്ക് മുതഅല്ലിമീങ്ങൾ നോട്ട് ചെയ്യണേ. പിന്നെ പറഞ്ഞത് വനക്തുബു മാ ഖദ്ദമു വആസാറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, ഫീ കിതാബിൻ മുബീൻ എന്നല്ല, ഫീ ഇമാമി മുബീൻ. എന്താ ഇമാം എന്ന് പറഞ്ഞാൽ? ഞാൻ മറ്റൊരായത്തോതി തരാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇമാമാണ്. ലൗൽ മഹ്ഫൂൽ എന്നതിന് അർത്ഥമുണ്ട്, അത് അറിയപ്പെട്ട തഫ്സീറാണ്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ സൂഫിയാക്കളെ തഫ്സീറിൽ കാണാം, അവിടെ ഇമാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മഹാന്മാർ മരിച്ചാലും അവരിവിടെ ചെയ്ത ഇൽമും അവരുടെ സേവനമൊക്കെ അള്ളാന്റെ അഹബാബ്, അതാണ് ഇമാം, അതാണ് മുത്തഖീങ്ങളുടെ ഇമാം. അവരുടെ ഖൽബാകുന്ന ലൗഹുൽ മഹ്ഫൂലിൽ അള്ളാഹു കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാക്കി തരും. അതാണ് അതിൽപ്പെട്ട ഒരു മഹാനാണ് അബൂ ഷാക്കിറ എന്ന കോയ മുസ്ലിയാർ. അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്.